കറാച്ചിയിലെ തൻ്റെ രഹസ്യ താവളത്തിലിരുന്ന് ഒരാൾ ഫോൺ എടുക്കുന്നു. ഫോണിൽ മെസ്സേജോ കോളോ ഒന്നും തന്നെയില്ല. എൻക്രിപ്റ്റഡായ ഒരു ക്ലിക്ക്. നിമിഷങ്ങൾക്കുള്ളിൽ ജമ്മുവിലെ അതിർത്തിയിൽ വെപ്പൺ സഹിതം ഒരു ഡ്രോൺ പ്രത്യക്ഷപ്പെടുന്നു. ലോകത്തിലെവിടെയുള്ള ക്രിപ്റ്റോ വാലറ്റിലേക്ക് പണം ഒഴുകുന്നു. ഇന്ത്യയിൽ നിരവധി യുവാക്കൾ പല വീഡിയോകളും കണ്ട് ചോര ചിന്തുന്ന മരണമാണ് തങ്ങളുടെ ജീവിത ലക്ഷ്യമെന്ന് ചിന്തിക്കുന്നു. പുതിയ യുഗത്തിലെ തീവ്രവാദികൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കാലങ്ങളായി പല തീവ്രവാദ ആക്രമണങ്ങളോടും ഇന്ത്യയുടെ റെസ്പോൺസ് റിയാക്റ്റീവായിരുന്നു. ഒരു ആക്രമണം നടന്നതിന് ശേഷം നമ്മൾ അതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും എങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ പഠിക്കാനുമൊക്കെയാണ് ശ്രമിച്ചിരുന്നത്. എന്നാൽ ഫെബ്രുവരി 23, 2026 അതിന് മാറ്റം വരാൻ പോവുകയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മളൊരു നാഷണൽ കൗണ്ടർ ടെററിസം പോളിസി ബിൽഡ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പേരാണ് പ്രഹാർ. ഹിന്ദിയിലും സംസ്കൃതത്തിലും പ്രഹാർ, മലയാളത്തിൽ പ്രഹരം, നല്ല ഇടി എന്ന് അർത്ഥമുള്ള പ്രഹരം. ഈ പ്രഹാർ എന്താണ്? ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ്? ഇതിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. വെൽക്കം ടു വൈറ്റ് ബോർഡ് സ്റ്റോറീസ്. ആഭ്യന്തര മന്ത്രാലയമാണ് പ്രഹാറിൻ്റെ എൻറ്റയർ പോളിസി ഡോക്യുമെൻ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പല അർത്ഥത്തിലും സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കൗണ്ടർ ടെററിസം പോളിസി വരുന്നത്. നമുക്ക് പല തീവ്രവാദത്തിനെതിരെ പോരാടാനുള്ള പല നിയമങ്ങളും നമുക്കുണ്ട്. UAPA ഉണ്ട്, ASFPA ഉണ്ട്, അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട്. ഒരുപാട് ഏജൻസീസ് ഉണ്ട്. NIA, IB, RAW, സ്റ്റേറ്റ് പോലീസിൻ്റെ ATS, അങ്ങനെ ഒത്തിരി ഏജൻസീസ്. പക്ഷേ മെയിൻ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ഇവരൊന്നും കൊഹിറൻ്റ് ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത്. ഇവരെല്ലാം ഓരോരുത്തരും ഓരോ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളൊരു ഓർഡർ ഓഫ് പവർ വെച്ച് എല്ലാവരെയും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ റൺ ചെയ്തുകൊണ്ട് പോകുന്നു എന്നുള്ളതല്ലാതെ ഒരു ഡോക്യുമെൻ്റ് വെച്ചിട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഏജൻസീസ് വർക്ക് ചെയ്യേണ്ടതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പ്രഹാർ അത് മാറ്റുകയാണ്. ഇനി മുതൽ എല്ലാ ഏജൻസീസും ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് പ്രഹാർ കൃത്യമായി പറയണം. അതായത് സ്റ്റേറ്റ് പോലീസിൻ്റെ ATS കോഡ്, NIA, IB, RAW, അങ്ങനെ എല്ലാ ഏജൻസീസും ഏത് ലെവലിൽ എങ്ങനെയാണ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി മാറുന്നതെന്ന് കൃത്യമായി പറയുന്നു. മുൻപ് ഒരു അനോളജി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുൻപ് കുറേ മ്യൂസീഷ്യൻസ് ഓർക്കസ്ട്ര വായിക്കണം. ഓരോരുത്തരും ഓരോ പേപ്പറിൽ നിന്നാണ് മ്യൂസിക് നോട്ട്സ് വായിക്കുന്നത്. ഇന്ന് ഇന്ത്യ അതങ്ങ് മാറ്റി. എല്ലാവരും വായിക്കുന്ന ഒറ്റ പേപ്പറേ ഉള്ളൂ, പ്രഹാർ. ഈ പ്രഹാർ പോളിസി അനുസരിച്ചാണ് ഇനി കാര്യങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ബിൽഡ് ചെയ്തിരിക്കുന്നത് 7 പില്ലറുകളിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. 1 പ്രിവെൻഷൻ, 2 റെസ്പോൺസ്, 3 കപ്പാസിറ്റി ബിൽഡിംഗ്, 4 ഡീറാഡിക്കലൈസേഷൻ, 5 റൂൾ ഓഫ് ലോ, 6 കോപ്പറേഷൻ, ഇൻ്റർനാഷണൽ കോപ്പറേഷൻ, 7 റിക്കവറി. ഈ 7 പില്ലേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ പ്രഹാറിൻ്റെ പോളിസി എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പേരുകൾ പറയുന്ന പോലെ തന്നെ ഒരു ആക്രമണം ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെ തടുക്കാം, പ്രിവെൻഷൻ. റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏജൻസീസ് എങ്ങനെയാണ് ഇൻവോൾവ് ചെയ്യാൻ പോകുന്നത്. പിന്നെ 3ാമത് റൂൾ ഓഫ് ലോ. ആദ്യത്തെ സ്റ്റേജ് തൊട്ട് തന്നെ നിയമവ്യവസ്ഥിതികൾ, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. നിയമവ്യവസ്ഥിതിയെ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഡീറാഡിക്കലൈസേഷൻ. അവിടെയാണ് സൊസൈറ്റിയുടെ ഇൻവോൾവ്മെൻറ്റ് വരുന്നത്. പലപ്പോഴും ഒരു സൊസൈറ്റിയിലുള്ള എല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചാൽ മാത്രം നടക്കുന്നൊരു കാര്യമാണ് ഡീറാഡിക്കലൈസേഷൻ. ഇൻ്റർനാഷണൽ കോപ്പറേഷൻ, നമ്മൾ മറ്റു രാജ്യങ്ങളുമായി വർക്ക് ചെയ്യുന്നത്. റിക്കവറി, ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ റിക്കവറി ഫേസ് എങ്ങനെയാണ്. അങ്ങനെ എല്ലാ ഏരിയാസിനെയും ടച്ച് ചെയ്യുന്ന രീതിയിലാണ് ഈ പ്രഹാർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് പ്രഹാറിലെ പ്രധാനപ്പെട്ട ത്രെറ്റ് എലമെൻസായി പറയുന്നത്? 4 പ്രധാനപ്പെട്ട ഏരിയാസാണ് പ്രഹാറിൽ ത്രെറ്റ് എലമെൻസായി പറയുന്നത്. 1 ക്രോസ് ബോർഡർ ടെററിസം. നമുക്കറിയാം അതിർത്തിക്ക് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും എല്ലാം ടെറർ എലമെൻറ്റ്സ് ഇന്ത്യയിലേക്ക് വരികയും അവർ ഇന്ത്യക്കകത്ത് ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും അവർ ലോക്കൽ നെറ്റ്വർക്കുകളാണ് ഉപയോഗിക്കുന്നത്, അവരുടെ മണി ട്രാൻസാക്ഷൻസിനും അവരുടെ വെപ്പൺ ഡീലിങ്സിനും എല്ലാം. പ്രഹാർ പറയുന്നത് ഈ ലോക്കൽ നെറ്റ്വർക്ക്സിനെ ആക്ടിവേറ്റ് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ മുളയിലേ നുള്ളുക എന്നുള്ളതാണ് സാരം. ഇത് ക്രോസ് ബോർഡർ ടെററിസത്തിന്. 2, ഇതൊരു പ്രധാനപ്പെട്ട ഏരിയയാണ്, ഡ്രോൺസ്. ഉക്രൈൻ റഷ്യ യുദ്ധം കഴിഞ്ഞപ്പോൾ തന്നെ ലോകത്തിന് മനസ്സിലായി ഈ ഡ്രോണിൻ്റെ ഒരു പവർഫുൾ ഇമ്പാക്റ്റ് എന്താണെന്ന്. നമ്മുടെ പല ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സും, റെയിൽവേസ്, പവർ ഗ്രിഡ്സ്, ന്യൂക്ലിയർ റിയാക്ടേഴ്സ്, ഇതെല്ലാം ഈ ഡ്രോൺ അറ്റാക്കിന് വിധേയമാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ ഡ്രോൺ അറ്റാക്സിന് എങ്ങനെ തടയാം, നമ്മൾ സിറ്റീസിന് എങ്ങനെ ഈ ഒരു ഡ്രോൺ പരിരക്ഷ ബിൽഡ് ചെയ്യാൻ സാധിക്കും, സാധാരണ ടെക്നോളജി ഇൻവെസ്റ്റ്മെൻറ്റുകൾ, അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതാണ് ഡ്രോണിൻ്റെ സെക്ഷനെ പറ്റി പറയുന്നത്. 3ാമത്തത് സൈബർ ത്രെറ്റ്. ഈ സൈബർ ത്രെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല
സോഷ്യൽ മീഡിയകളിലേക്ക് അപ്പുറം നമ്മൾ കാണുന്ന ഇൻസ്റ്റാഗ്രാമിനും ഫേസ്ബുക്കിനും അപ്പുറം ഡാർക്ക് വെബ് വഴി ആൾക്കാരെ സ്വാധീനിക്കുന്നത്. ഈവൻ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൽ പോലും അതിഭയങ്കരമായ മതചിന്തകൾ സ്പ്രെഡ് ചെയ്യുന്ന, തീവ്രവാദ ചിന്തകൾ സ്പ്രെഡ് ചെയ്യുന്ന വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്, അതിലൂടെ യൂത്തിലേക്ക് എത്തുക. അതായത് തോക്കെടുത്ത് വരുന്ന ഒരാൾ മാത്രമല്ല ഒരു ടെറർ എലമെൻറ്റ്. പലപ്പോഴും അതിനുമപ്പുറം ഒരു സൊസൈറ്റിയിൽ ഒരു ടെറർ ഫാക്ഷൻ ബിൽഡ് ചെയ്തെടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ പോലും ടെററിസത്തിൻ്റെ ഭാഗമാണ്. സോ അത് ഇനി നാലാമത്തത് റാഡിക്കലൈസേഷൻ. ഈ റാഡിക്കലൈസേഷനും ഈ സൈബർ ത്രെറ്റും ഏതാണ്ട് ഹാൻഡ് ഓൺ ഹാൻഡാണ്. റാഡിക്കലൈസേഷൻ ഒരു എലമെൻ്റാണ് ഞാനീ പറഞ്ഞത്, വീഡിയോസ് വഴി ആൾക്കാരെ സ്വാധീനിക്കുക എന്നുള്ളത്. പിന്നെ സൈബർ ത്രെറ്റിൽ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. നമ്മുടെ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സിനെല്ലാം നിരന്തരം ഹാക്കേഴ്സ് ഹിറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. സോ ഇത്തരം സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഇത്തരം സിറ്റുവേഷൻസ് ഉണ്ടാകാനുള്ള റൂട്ട് റീസൺസ് എന്തൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, സോ ഇതെല്ലാം നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ സാധിക്കും, ഇതെല്ലാം ഈ പ്രഹാറിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. 2001 തീവ്രവാദികൾ ആക്രമണം നടത്തിയ പോലെ, അല്ലെങ്കിൽ അവർ ഓപ്പറേറ്റ് ചെയ്തിരുന്ന പോലെ അല്ല 2026 ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഈ പുതിയ കാലഘട്ടത്തിലുള്ള ത്രെറ്റുകൾ എന്തൊക്കെയാണ്, നമുക്കിതിനൊക്കെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നും പ്രഹാർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ക്വസ്റ്റ്യൻ വരും, എന്താണ് പ്രഹാർ വ്യത്യസ്തമാകാനുള്ള റീസൺ? കാര്യം ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പ് നമുക്കുണ്ടല്ലോ എന്നുള്ളത്. അതിന് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ഇതുവരെ ഉണ്ടായിരുന്ന ഇന്ത്യയുടെ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോസ്റ്റ് ഓഫ് ദി ടൈം ഇന്ത്യയുടെ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്റ്റീവായിരുന്നു. ഒരു ആക്രമണം നടന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ പിടിക്കാനോ അല്ലെങ്കിൽ അതെങ്ങനെയാണ് നടന്നതെന്നതിനെ പറ്റി അന്വേഷണം നടത്താനോ ഒക്കെ പോകാറുണ്ടായിരുന്നു. എന്നാൽ പ്രഹാർ അത് മാറ്റുകയാണ്. പ്രഹാർ നമ്മുടെ സമീപനത്തിനെ റിയാക്റ്റീവിൽ നിന്നും പ്രൊആക്റ്റീവ് ആക്കി മാറ്റുകയാണ്. എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻസ് ഫസ്റ്റ് എന്നുള്ളൊരു ഓപ്പറേഷൻ സ്റ്റൈലിലേക്ക് നമ്മൾ പോകുന്നു. നമ്മൾ ജോയിൻറ്റ് ഏജൻസി സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് IBയുടെ കീഴിൽ ഒരു നെർവ് സെൻറ്റർ ക്രിയേറ്റ് ചെയ്യുന്നു. എല്ലാ ഏജൻസീസും ഈ ഒരു സെൻട്രൽ യൂണിറ്റിലോട്ട് അലൈൻഡായിരിക്കും. സ്റ്റേറ്റ് പോലീസിൻ്റെ ATS തുടങ്ങി ഏറ്റവും മുകളിലുള്ള NIA വരെ എല്ലാവരും ഇതിലോട്ട് അലൈൻഡായിരിക്കും. ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, പ്രൈമറി ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു അറ്റാക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് ഇൻ്റലിജൻസ് ഗ്യാദർ ചെയ്ത് അറ്റാക്കിനെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തത്, പലപ്പോഴും ഈ ടെറർ അറ്റാക്കുകൾ നടക്കുമ്പോഴുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുമ്പോഴുള്ള പ്രധാനപ്പെട്ട പ്രോബ്ലം, ഇതിൻ്റെ ബേസ് ലെവൽ അന്വേഷണത്തിൽ ലീഗൽ എലമെൻറ്റ് വരുന്നത് കോടതിയിൽ കേസ് എത്തുമ്പോൾ മാത്രമാണ്. അതിനുമുമ്പ് ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആരും ഈ കേസുമായിട്ട് ഇൻവോൾവ് ആകാറില്ല. പ്രഹാർ അത് കംപ്ലീറ്റ്ലി മാറ്റുന്നു. പ്രഹാറിൻ്റെ മെയിൻ മാൻഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, FIR ഫയൽ ചെയ്യുന്ന നിമിഷം തന്നെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ലീഗൽ എക്സ്പേർട്സ് ഉള്ളിൽ വരുന്നു. സോ നിയമത്തിനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വിചാരണ നടത്തുന്ന എലമെൻ്റായി പുറത്ത് നിർത്തുന്നതിന് പകരം വി ആർ ബ്രിങ്ങിങ് ലോ ഇൻ ടു ദ പോളിസി. സോ ലോ എക്സ്പേർട്സ് FIR ഫയൽ ചെയ്ത് തുടങ്ങുന്നത് തൊട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഡിസ്കഷൻസും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്താനായിട്ടുണ്ടായിരിക്കും. ഡീറാഡിക്കലൈസേഷൻ ഒരു നാഷണൽ പോളിസി ആക്കുവാണ്. അതായത് ഗവൺമെൻറ്റിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, ഒരു സമൂഹത്തിൻ്റെ, നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് നമ്മുടെ സമൂഹത്തിൽ തീവ്രവാദ ചിന്തകളുള്ള കുട്ടികളും യുവാക്കളും ഉണ്ടാകാതെ ഇരിക്കുക എന്നുള്ളത്. സോ അതിനു വേണ്ടിയിട്ട് മത നേതാക്കന്മാരെയും NGOസിനെയും ബാക്കിയുള്ള സൊസൈറ്റിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എല്ലാം ചേർത്ത് നിർത്തി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക. ആ റാഡിക്കലൈസേഷൻ തോട്ട് ആൾക്കാരുടെ മനസ്സിൽ നിന്നും മാറ്റുക എന്നുള്ളതാണ് ഈ ഡീറാഡിക്കലൈസേഷൻ പോളിസി ഒരു നാഷണൽ പോളിസിയായി മാറ്റുന്നതിലൂടെ ചെയ്യുന്നത്. ഇതൊന്ന് ഒരു സെക്കുലർ ഫൗണ്ടേഷനാണ്. ടെററിസം എന്ന് പറയുന്ന ആക്ടിവിറ്റി പലപ്പോഴും ഒരു പ്രത്യേക മതവിഭാഗത്തിനെതിരെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പ്രഹാറിലെ പോളിസി ഡോക്യുമെൻറ്റിൽ കൃത്യമായി പറയുന്നുണ്ട്, ടെററിസം എന്ന് പറയുന്ന സംഭവം ഒരു പ്രത്യേക എത്നിസിറ്റിക്കെതിരെയോ പ്രത്യേക മതത്തിനെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിനെതിരെയോ ഒരു സിവിലൈസേഷനെതിരെയോ ഒന്നുമല്ല. ടെറർ ഗ്രൂപ്പുകളെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലാതെ ഏതെങ്കിലും മത ഗ്രൂപ്പുകളെയോ അല്ലെങ്കിൽ മതങ്ങളെയോ ഒന്നും തന്നെയും ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. സോ ഒരു സെക്കുലർ ആയിട്ടുള്ള സ്റ്റാൻഡ് പോയിന്റിൽ നിന്നാണ് ഈ പോളിസി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോളിസി, രാജ്യത്തിന് വേണ്ടിയുള്ള ഏജൻസീസ് എങ്ങനെ വർക്ക് ചെയ്യാം, നമ്മുടെ രാജ്യത്തെ ആൾക്കാർക്ക് എങ്ങനെ കൂടുതൽ സമാധാനമായി ജീവിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു പോളിസിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സെക്കുലർ ബേസ് ഇതിനുണ്ട്. പിന്നെ ഒന്ന് ഹോൾ ഓഫ് എ സൊസൈറ്റി റെസ്പോൺസാണ്. അതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമായി റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ഈ ടെററിനെതിരെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളത്
ഒരു ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഏജൻസിയുടെയോ മാത്രം ജോലിയല്ല, ഒരു സമൂഹത്തിൻ്റെ ഒട്ടാകെയുള്ള ജോലിയാണ്. അപ്പോൾ ആ ഒരു പിന്നെ ഫോക്കസ് പോയിന്റിലോട്ട് എല്ലാവരെയും കൊണ്ടുവരിക, എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുക. അതായത് നമ്മൾ ടെററിസത്തിനെതിരെ വാക്സിനേറ്റ് ചെയ്യുക റാദർ ദാൻ ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ്. അസുഖം വന്ന് മരുന്ന് കഴിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളൊരു ഇഞ്ചക്ഷൻ എടുത്ത് അസുഖം വരാതെ നോക്കുന്നതാണ്. സോ ആ ഒരു മോഡസ് ഓഫ് ഓപ്പറേറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയാണ് പ്രഹാർ പോളിസിയിലൂടെ. അതുപോലെ തന്നെ കോമൺ ഗ്രൗണ്ട് ഓഫ് ഓപ്പറേഷൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും കൊണ്ടുവരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ ATS വർക്ക് ചെയ്യുന്നതും മഹാരാഷ്ട്രയിൽ ATS വർക്ക് ചെയ്യുന്നതും 2 ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും. സോ ഇനി അത് മാറാൻ പോവുകയാണ്. സ്റ്റേറ്റ് പോലീസിൻ്റെ ATS ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഓഫീസേഴ്സിനെ എല്ലാം സെൻട്രലി ട്രെയിൻ ചെയ്യുക, എല്ലാവർക്കും ഒരുപോലത്തെ ട്രെയിനിങ് കൊടുക്കുക, ഒരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ ഡീൽ ചെയ്യുമെന്ന് പഠിപ്പിക്കുക. സോ ഒരു കോമൺ ഗ്രൗണ്ട് എല്ലാവർക്കും സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു ആംഗിളും കൂടെ പ്രഹാറിലുണ്ട്. ഇനി എന്തൊക്കെയാണ് പ്രഹാറിൻ്റെ ചലഞ്ചസ്? പലപ്പോഴും ഇന്ത്യ പോലെ 150 കോടി ആൾക്കാരുള്ള രാജ്യത്ത് ഇത്തരം പോളിസീസ് എൻഫോഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹ്യൂമങ്കസ് എഫേർട്ടാണ്. കാര്യം പല സ്റ്റേറ്റുകളും ഇതിനോട് അലൈൻ ആവണം, ഇതിനോട് ജോയിൻ്റ്ലി പങ്കെടുക്കാൻ തയ്യാറാകണം. അതുപോലെ തന്നെ വിൽഫുള്ളി പോലീസ് ഓഫീസേഴ്സും അതിൻ്റെ അകത്തുനിന്നുള്ള ആൾക്കാർ ഇതിൽ വന്ന് പങ്കെടുത്ത് ഈ ഒരു എലമെൻറ്റ് കണ്ടിന്യൂസ്ലി സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ സൊസൈറ്റിയെ ഉള്ളിലേക്ക് കൊണ്ടുവരിക, ഒരു ഡീറാഡിക്കലൈസേഷൻ ഡ്രൈവ് നടത്തുക, ഇതിനൊക്കെ ഒരുപാട് ബഡ്ജറ്റ് അലോക്കേഷൻസ് ഉള്ളതാണ്. അപ്പോൾ അത്തരം ബഡ്ജറ്റ് അലോക്കേഷൻസ് എങ്ങനെയാണ്? സോ ഓൾ ഓവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്ലിമെൻറ്റേഷൻ എത്ര സക്സസ്ഫുള്ളായി ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനനുസരിച്ചാണ് പ്രഹാറിൻ്റെ ഒരു സക്സസ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സക്സസ്ഫുള്ളായി ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാര്യം നമുക്ക് എല്ലാവർക്കും അതിലൊരു വ്യത്യസ്തമായ തോട്ട് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. സോ അതുകൊണ്ട് ആ ഒരു കാര്യം വളരെ സക്സസ്ഫുള്ളായി ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവരും ഒരുമിച്ച് ഒരേപോലെ വർക്ക് ചെയ്താൽ മാത്രമേ ഇത് സക്സസ്ഫുൾ ആവുകയുള്ളൂ. എന്തായാലും വരുന്ന യുഗത്തിലേക്ക് ഇന്ത്യയുടെ ഏറ്റവും വലിയ ചുവടുവയ്പ്പാണ് പ്രഹാർ എന്ന പോളിസി. റിയാക്റ്റീവ് കൗണ്ടർ ടെററിസത്തിൻ്റെ കാലം കഴിഞ്ഞു. ഇനി പ്രൊആക്റ്റീവ് കൗണ്ടർ ടെററിസമാണ്. തീവ്രവാദികളുടെ അൽഗോരിതത്തിനും ഡാർക്ക് വെബിനും എതിരായി നമ്മുടെ സ്ട്രാറ്റജിയാണ് പ്രഹാർ. ഇത് സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഹാറാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.